നമ്മുടെ ദൈനംദിന ജീവിതത്തിലൊക്കെ നാം അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്നിലും കൂടുതൽ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാൻ കഴിയും. അപ്പോൾ ഞാനിന്നിവിടെ ടെക്സ്റ്റോ ക്ലാസ്സോ ഒന്നും എടുക്കുന്നില്ല. ഐ എം ജസ്റ്റ് ഗിവിങ് എക്സാമ്പിൾസ്, ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ്. എന്താണ് ഇമോഷണൽ ഇൻ്റലിജൻസ്? ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള വ്യക്തികൾ എങ്ങനെ പെരുമാറുന്നു, ലോ ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള വ്യക്തികൾ എങ്ങനെ പെരുമാറുന്നു. ഇത് പല വേദികളിലും നമ്മളിത് അപ്ലൈ ചെയ്യുന്നുണ്ട്, ജോലി സ്ഥലത്ത്, കുടുംബത്ത്, പല സ്ഥലത്തും. അപ്പോൾ കുടുംബമാണ് നമുക്ക് ഏറ്റവും പ്രധാനം. അപ്പോൾ കുടുംബത്തെ 2-3 ഏരിയകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയകളിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് എങ്ങനെ അപ്ലൈ ചെയ്യുന്നു, ഇതാണ് ഇവിടെ കവർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ഇൻറ്ററാക്റ്റീവ് സെക്ഷൻ ആയിരിക്കണം. നിങ്ങൾ അഭിപ്രായങ്ങൾ പറയണം, ഇൻറ്ററാക്ട് ചെയ്യണം. അപ്പോൾ അൽഹംദുലില്ലാഹ് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇമോഷണൽ ഇൻ്റലിജൻസ് 1990 പ്രചാരത്തിൽ വന്നത്. ജോൺ ഡി മേയർ എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റാണ് ഇത് കൊണ്ടുവന്നത്. പക്ഷെ അത് കൂടുതൽ പ്രശസ്തിയിലേക്ക് വരുന്നത് 1995 ഡാനിയൽ ഗോൾമാൻ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞൊരു ബുക്ക് എഴുതി. അന്നാണിത് കൂടുതൽ പ്രചാരത്തിലേക്ക് വന്നത്. സർപ്രൈസിംഗ്ലി ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് 1600 വർഷങ്ങൾക്ക് മുമ്പ്, 1600-1700 വർഷങ്ങൾക്ക് മുമ്പ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്താണെന്ന് നമ്മെ പഠിപ്പിച്ച ഒരു മഹൽ വ്യക്തിയുണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും കൂടുതൽ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്താണെന്ന് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിയ ഒരു വ്യക്തി അറിയാം. അന്ന് അറേബ്യൻ കാലഘട്ടത്തിലെ അറബികളെല്ലാം വളരെ ഒരു ബാർബേറിയൻ പീരീഡ് ആയിരുന്നു. അവരെയൊക്കെ സംസ്കരിച്ച് കൊണ്ടുവരുവാൻ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഒരു ടൂളാണ് ഇമോഷണൽ ഇൻ്റലിജൻസ്. അപ്പോൾ അതേക്കുറിച്ച് ഒരു ബുക്ക് തന്നെ എഴുതിയിട്ടുണ്ട്. ഒരു നോൺ മുസ്ലിമായ ഒരു മനുഷ്യനാണ് സ്മിത്ത് എന്ന് പറയുന്ന അദ്ദേഹമാണ് അത് എഴുതിയത്. പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചു. ദ ഹാർട്ട് ഇൻ മൈൻഡ് എന്നാണ് ആ ബുക്കിൻ്റെ പേര്, ദ ഹാർട്ട് ഇൻ മൈൻഡ്. അപ്പോൾ അദ്ദേഹം അതിൽ പറയുന്നത് അള്ളാഹുവിൻ്റെ സന്ദേശം ഖുർആൻ ജനങ്ങളിലേക്ക് എത്തിച്ചത് ഇമോഷണൽ ഇൻ്റലിജൻസ് ടൂളാക്കിക്കൊണ്ടാണ്. അപ്പോൾ അതാണ് നമ്മുടെ തുടക്കം. അപ്പോൾ നമുക്കിനി വിഷയത്തിലേക്ക് കടക്കാം. ഇതാണ് ഇമോഷണൽ ഇൻ്റലിജൻസ്. നമ്മുടെ ഇമോഷൻസും നമ്മോടൊപ്പമുള്ള ആളുകളുടെ ഇമോഷൻസിനെ മാനേജ് ചെയ്ത് റെഗുലേറ്റ് ചെയ്യണം. മാനേജ് ചെയ്ത പോരാ, അത് റെഗുലേറ്റ് ചെയ്യാൻ ഉള്ള നമ്മുടെ കഴിവിനാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് പറ്റിയ ഏറ്റവും വലിയൊരു ഉദാഹരണങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്, നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുകയാണ്. വളരെ വിവാദമായി വൈറലായി ഇതിലെല്ലാം സോഷ്യൽ മീഡിയാസിലൊക്കെ വന്ന ഒരു സംഭവം നിങ്ങൾക്കൊക്കെ അറിയാം. ആസിഫ് അലിയും രമേശ് നാരായണനും തമ്മിലുണ്ടായ ഒരു സംഭവം. വിവാദത്തിന് വേണ്ടി പറയല്ല, നിങ്ങൾ മനസ്സിലാക്കാൻ പറയുകയാണ്. അതിനു മുമ്പ് ജസ്റ്റ് ഇതൊന്നും മനസ്സിലാക്കുക. ഇതാണ് നമുക്ക് ബേസിക്കലായിട്ട് നമുക്കുണ്ടാകുന്ന ഇമോഷൻസ്: ഹാപ്പിനെസ്, സാഡ്നെസ്, ഫിയർ, ഡിസ്ഗസ്റ്റ്, ആങ്കർ, സർപ്രൈസ്. പൊതുവെ ഉണ്ടാകുന്ന വികാരങ്ങൾ ഇതാണ്. ഈ വികാരങ്ങളുടെ ഒരു പ്രത്യേകത കൂടെ നമ്മൾ മനസ്സിലാക്കണം. കാര്യം വികാരങ്ങൾ ക്ഷണികമാണ്. ഒരു 2-3 കാര്യങ്ങൾ മനസ്സിൽ വെക്കണം, എന്നിട്ട് നമുക്ക് വിഷയത്തിലേക്ക് പോകാൻ. ക്ഷണികമാണ് വികാരങ്ങൾ. പക്ഷെ വികാരങ്ങളുടെ ഏറ്റവും വലിയ ഡ്രോബാക്ക് റിയാക്ട് ചെയ്യാൻ നമുക്കൊരു ഇമ്പൾസ് തരും. ഏതൊരു വികാരവും റിയാക്ട് ചെയ്യാനുള്ള ഇമ്പൾസ് തരും. ക്ഷണികമാണ്. വികാരങ്ങൾ ഒരിക്കലും അധികം നേരം നിലനിൽക്കില്ല. വികാരങ്ങൾ എന്ന് പറഞ്ഞാൽ സാഹചര്യത്തിലുള്ള ഒരു പ്രതികരണമാണ്. നമ്മുടെ വികാരങ്ങൾ ശരിയാകാം, തെറ്റാകാം, കൃത്യമാകണമെന്നില്ല. അപ്പോൾ വികാരങ്ങളെ നമ്മുടെ ജീവിതം നിയന്ത്രിക്കാൻ നാം അനുവദിക്കരുത്, ഒരിക്കലും അനുവദിക്കരുത്. ഏത് വികാരമായാലും അതെ. അപ്പോൾ ഇത്തരം ഇമോഷൻസിനെ മാനേജ് ചെയ്ത് റെഗുലേറ്റ് ചെയ്യുക, അതാണ് ഇമോഷണൽ ഇൻ്റലിജൻസ്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ആ വിവാദത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നിങ്ങൾക്കറിയാമെങ്കിലും നമ്മുടെ സബ്ജക്റ്റായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ആ ഒന്ന് ഞാൻ വിവരിക്കുകയാണ്. കാര്യം 2013 ജൂലൈയിൽ ഒരു മെമൻറ്റോ നൽകാനായിട്ട് ആസിഫ് അലിയെ ക്ഷണിക്കുകയാണ് രമേശ് നാരായണൻ. അപ്പോൾ ആസിഫ് അലി, യെസ്, പിക്ചർ നല്ലോണം ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ.
വിഷയത്തിലേക്ക് കടക്കുകയാണ്, ശ്രദ്ധിച്ചു നോക്കണം. രണ്ടുപേരുടെ മുഖത്തുള്ള വികാരങ്ങൾ കണ്ടോ? എന്തൊക്കെയാണ്? ആസിഫ് അലിയുടെ മുഖത്ത് എന്ത് വികാരമുള്ളത്? യെസ്. രമേശ് നാരായണന്റെ മുഖത്ത് എന്താ വികാരം? ആണ്. അദ്ദേഹത്തിന് ഒരു വേവലാതിയുണ്ട്, ഒരു പ്രയാസമുണ്ട്, എന്തോ അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടന്നിട്ടില്ല ഉണ്ട് അദ്ദേഹത്തിന്. മുഖത്ത് നമുക്ക് മനസ്സിലാക്കുക രണ്ടുപേരും വ്യത്യസ്ത വികാരങ്ങളാണ്. ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞത്, ശ്രദ്ധിച്ച് കേട്ടോളണം. അപ്പോൾ ഇവിടെ നമ്മുടെ സബ്ജക്റ്റുമായിട്ട് കണക്ട് ചെയ്തത് ആസിഫ് അലിയുടെ പ്രതികരണം. അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ശരിക്കാണ്. അപ്പോൾ സംഭവം എന്താണ്? ഈ ഗിഫ്റ്റ്, ഈ മെമൻറ്റോ ആസിഫ് അലി നൽകിയപ്പോൾ അദ്ദേഹത്തിന് അത് തൃപ്തിയായില്ല. കാരണം ആസിഫ് അലി ചിലപ്പോൾ ഒരു ജൂനിയർ ആർട്ടിസ്റ്റോ ഒന്നും പെട്ടെന്ന് നമ്മൾ അതിലേക്ക് കിടക്കണ്ട. ഇദ്ദേഹം എന്താ ചെയ്തു? ജയരാജ് എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസർ അവിടെ ഇരിപ്പുണ്ട്. ഈ ജയരാജൻ്റെ സിനിമയിൽ സംഗീതം നൽകിയതാണ് ഈ രമേശ് നാരായണൻ. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് ഈ ഒരു മെമൻറ്റോ ജയരാജൻ്റെ കൈ കൊടുത്തിട്ട് അദ്ദേഹത്തിന് സ്വീകരിച്ചു. ഇതാണ് സീൻ. ഇതാണ് സീൻ. അപ്പോൾ ആസിഫ് അലി അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്, സദസ്സാണ്, ഒരുപാട് മാന്യ വ്യക്തികളുണ്ട്. ആസിഫ് അലിയുടെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വികാരം ഉണ്ടാവും? നിങ്ങൾക്ക് എന്ത് വികാരം അനുഭവപ്പെടും? ആസിഫ് അലിയുടെ സ്ഥാനത്ത് നിങ്ങളാണെന്ന് കരുതുക. വാട്ട് യു ഫീൽ? വാട്ട് വിൽ ബി യുവർ ഇമോഷൻ? എന്തായിരിക്കും? എക്സാക്ട്ലി ഇൻസൾട്ട്. സാഡ്നെസ് ആണ് അല്ലേ? അതൊരു സാഡ്നെസ് ആണ്. കാരണം നമ്മൾ 5 കാര്യങ്ങൾ പറഞ്ഞാൽ സാഡ്നെസ്സിൽ നിന്ന് ഇൻസൾട്ടാണ് ഉണ്ടായി ആസിഫ് അലിക്ക്. അപ്പൊ ആസിഫ് അലി എന്താ ചെയ്തത്? ആസിഫ് അലി എന്താ ചെയ്തത്? യെസ്. ആസിഫ് അലി ചെയ്തത് ആണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ, ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് ഞാൻ പറയുകയാണ്. ആസിഫ് അലിക്ക് വികാരം ഫീൽ ചെയ്ത് ഹീ ലേബൽഡ് ഹിസ് ഇമോഷൻ. ഹീ ലേബൽഡ്. എന്നെ ഇൻസൾട്ട് ചെയ്ത് എനിക്ക് നിരാശയുണ്ട്, എനിക്ക് ദേഷ്യം വരാം, ഞാൻ പ്രതികരിക്കാം. അപ്പോൾ ഇമോഷൻ ആസിഫ് അലി ലേബൽ ചെയ്തു. ലേബൽ ചെയ്തിട്ട് ആസിഫ് അലി പിന്നെ ചിന്തിക്കുകയാണ്. ഇതൊക്കെ ഇതിനകത്ത് ആസിഫ് അലി പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ. അദ്ദേഹം ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ഈ ഇമോഷൻ ഞാൻ പ്രകടിപ്പിക്കുകയാണെങ്കിൽ, ഒരു മോശമായ രീതിയിൽ പ്രകടിപ്പിക്കുകയാണെങ്കിൽ ആസിഫ് അലി എങ്ങനെയൊക്കെ ആസിഫ് അലിക്ക് മോശമായ രീതിയിൽ പ്രകടിപ്പിക്കാം? ഈ ഇൻസൾട്ട് എങ്ങനെയൊക്കെ പ്രകടിപ്പിക്കാം ആസിഫ് അലിക്ക്? പ്രൊട്ടസ്റ്റ്, പിന്നെ ദേഷ്യം വരാം, പിന്നെ ഇറങ്ങിപ്പോവാം അല്ലേ? ഓ അതെ, കൊടുക്കാതെ പോകാം അല്ലേ? യെസ്, അതും ചെയ്യാം. അത് ചിരിച്ചുകൊണ്ടായിരിക്കുന്നത്. അപ്പം ആസിഫ് അലി ചെയ്തത്, ആദ്യം അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിൻ്റെ വികാരത്തെ ലേബൽ ചെയ്ത്, നമ്മുടെ വികാരങ്ങളെ ലേബൽ ചെയ്യാൻ കഴിക്കണം. ഞാൻ പറഞ്ഞില്ലേ ക്ഷണികമാണെന്ന് പറഞ്ഞില്ലേ? വികാരങ്ങൾ ക്ഷണികമാണ്. പെട്ടെന്ന് റിയാക്ട് ചെയ്യാനുള്ള ഇമ്പൾസ്, ദ ഇമോഷൻസ് വിൽ ക്രിയേറ്റ് ആൻ ഇമ്പൾസ് ടു റിയാക്ട് ഇമ്മീഡിയറ്റ്ലി. കണ്ടല്ലേ, പലരും ദേഷ്യം, അടി, ഇടിയൊക്കെ എല്ലാം ഒന്നിച്ച് കഴിയും, ചിന്തിക്കാനുള്ള അവസരമൊന്നും ഉണ്ടാവില്ല. ബട്ട് ദിസ് ഫെല്ലോ, ദിസ് ജെന്റിൽമാൻ ലേബൽഡ് ആൻഡ് ഹി റെഗുലേറ്റഡ് ഹിസ് ഇമോഷൻ. ഹി റെഗുലേറ്റഡ് ഹിസ് ഇമോഷൻ. ഇൻസൾട്ട് ഒഴിവാക്കിയ കാര്യം, ഞാനിത് പ്രതികരിച്ചാൽ നെഗറ്റീവായ എഫക്റ്റ് ഉണ്ടാവും. അത് ചിലപ്പോൾ എൻ്റെ പ്രവൃത്തികളിൽ ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലേ? എൻ്റെ പെരുമാറ്റങ്ങളിൽ ഈ വികാരം ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഞാൻ നെഗറ്റീവായി, അപ്പോഴാണ് പ്രകോപനം ഉണ്ടാകുന്നത്. അപ്പോൾ അത് പാടില്ല, അത് പാടില്ല. അതിനെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക. അതാണ് മഗ്നാനിമിറ്റി. അപ്പോൾ ആസിഫ് അലി ലേബൽ ചെയ്ത് റെഗുലേറ്റ് ചെയ്തിട്ട് ചിരിച്ചപ്പോൾ എന്താണ്? പോസിറ്റീവായിട്ട് റെഗുലേറ്റ് ചെയ്ത് ആസിഫ് അലി. ഹി റെഗുലേറ്റഡ് ഹിസ് ഇമോഷൻ പോസിറ്റീവ്ലി. ഇപ്പം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത്? ഇമോഷനെ തിരിച്ചറിയണം. എന്ത് ഇമോഷൻ ഉണ്ടായാലും വി ഹാവ് ടു ലേബൽ ഇറ്റ്. നമ്മുടെ ഇമോഷനെ നമ്മൾ തിരിച്ചറിഞ്ഞ്, മറ്റുള്ളവരുടെ ഇമോഷനും തിരിച്ചറിഞ്ഞ് അതിനെ റെഗുലേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇമോഷണലി ഇൻ്റലിജൻ്റ് ആണെന്ന് പറയുന്നത്.
അപ്പോൾ ആസിഫ് അലി അത് തിരിച്ചറിഞ്ഞ് അത് റെഗുലേറ്റ് ചെയ്ത് അത് പോസിറ്റീവായിട്ട് പ്രതിഫലിപ്പിച്ച്. ഈ ചിരിയിൽ ഒരുപാട് സന്ദേശമുണ്ട്. എന്താണ് ആസിഫ് അലിയുടെ ചിരിയിലെ സന്ദേശം? എന്താണ്? വാട്ട് ഈസ് ദ മെസ്സേജ്? ആ ചിരിയിലൂടെ അദ്ദേഹം പറയുന്നത്, രമേശ് നാരായണന് സംഭവിച്ചത് ഒരു മനുഷ്യ സഹജമായ വികാരമാണ്, അല്ലേ? ദാറ്റ് ഈസ് മനുഷ്യ സഹജം. ദാറ്റ് മേ ഹാപ്പൺ. മനുഷ്യർക്കൊക്കെ എല്ലാവരും ഒരുപോലെയല്ലല്ലോ, പലർക്കും പലതരത്തിലുള്ള വികാരമുണ്ട്. അതൊരു മനുഷ്യ സഹജമായ വികാരമാണ്, ഞാനതത്ര കാര്യമാക്കേണ്ട, വിട്ടുകളയുക. അതാണ് രമേശ് നാരായണൻ അല്ല ആസിഫ് അലി ചെയ്ത. അതാണ് അദ്ദേഹം ആ റെഗുലേഷൻ വിട്ടുകളഞ്ഞ് ചിരിയിലൂടെ. അതാണ് അദ്ദേഹത്തിൻ്റെ സന്ദേശം. ആ ചിരിയിലൂടെ അദ്ദേഹം നൽകിയൊരു മെസ്സേജാണ് ഞാൻ ഈ പറഞ്ഞത്. അദ്ദേഹത്തിന് വേണ്ടി പ്രതികരിക്കാമായിരുന്നു. അപ്പോൾ എന്തായി? മനുഷ്യ മനസ്സുകളെ കീഴടക്കിയെത്തിയപ്പോൾ ആ ഒരു ചിരിയിലൂടെ എന്തോറ് വൈറലായിരുന്നു. അവസാനം രമേശ് നാരായണൻ മാപ്പ് പറഞ്ഞെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇമോഷണൽ ഇൻ്റലിജൻസ്. ഇത് ആസിഫ് അലിക്ക് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഇത്തരം പല സന്ദർഭങ്ങളുണ്ടാവും. അങ്ങനെയുള്ള വരുന്ന സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ച് നെഗറ്റീവ് ഇമോഷൻസ് ലേബൽ ചെയ്യണം, തിരിച്ചറിയണം, റെഗുലേറ്റ് ചെയ്യണം. ഈ ഒരു പ്രോസസ്സ് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ആസിഫ് അലി ചെയ്ത പോലെ ഇത് പല സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തി ഈ രീതിയിലാണ് കാര്യങ്ങൾ നടത്തുന്നത്. മനസ്സിലായില്ലേ? ഉദാഹരണം മനസ്സിലായല്ലോ. ഇനി ഒരു ഇൻസിഡൻറ്റും കൂടെ ഞാൻ പറയാം. വൺ മോർ ഇൻസിഡൻറ്റ്. ഇനി അദ്ദേഹത്തിൽ ചിരിച്ച് നിൽക്കുന്ന ഒരു ഇതുകൊണ്ട് ഞാൻ കാണിച്ചില്ല. അത് കണ്ടോ? ആ ചിരി നോക്കിയേ, കണ്ടോ? ആ ചിരി കണ്ടോ? അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ഷെരീഫ് ചിരിക്കാൻ പറഞ്ഞില്ലേ, ചിരി. ചിരി എപ്പോഴും ഈ വ്യക്തിബന്ധങ്ങളായാലും ഇമോഷണൽ ഇൻ്റലിജൻസ് ആയാലും ഒരുപാട് കണക്റ്റഡാണ്. എല്ലാത്തിൻ്റെ ബേസാണിത്. മുഖത്ത് നോക്കി ചിരിക്കുന്ന ആളോട് എന്തെങ്കിലും ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഇനി അടുത്തൊരു ഇൻസിഡൻറ്റ് പറയാം. സമയം തീരെ കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ. ഇനി ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകളുടെ മറ്റൊരു പെരുമാറ്റം. സെക്കൻഡ് എക്സാമ്പിൾ. ഇതൊരു സൈക്കോളജിസ്റ്റ് ഭാവനയിലെടുത്തതാണ്. ഒരു പ്രശസ്തനായ സൈക്കോളജിസ്റ്റ്. ചിത്രത്തിൽ നോക്കുക, ഒരു 10-12 വയസ്സുള്ള കുട്ടികളാണ് എല്ലാവരും. ഇവർ ഒരു ഓട്ട മത്സരത്തിന് തയ്യാറാക്കിയാണ്. 8 കുട്ടികളോടുണ്ട്, 8 പേരുണ്ട്. അപ്പോൾ 8 പേരിൽ നിന്ന് സ്റ്റാർട്ട് പറയുന്ന ഓട്ടം ഒരു 10-15 സ്റ്റെപ്പ് ഈ കുട്ടികൾ മുമ്പോട്ട് വെച്ചു. അപ്പോൾ എന്താ സംഭവിച്ചത്? വേണ്ടോ? എന്താ പറ്റിയിരിക്കുന്ന? ഒരാൾ കാലിടറി വീടിരിക്കുകയാണ്. അതിലൊരു കുട്ടി കാലിടറി വീണു. ആ കുട്ടിക്ക് വേദന കൊണ്ട് കരയാണ്. അപ്പം ഈ മറ്റ് 7 കുട്ടികൾ എന്താ ചെയ്യുന്നത്? 2 തരത്തിൽ സംഭവിക്കാം. ഒന്നില്ലെങ്കിൽ മുമ്പോട്ടോടാം. അതാണ് അധികവും സംഭവിക്കുന്നത്, മുന്നോട്ടോടലാണ്. കാര്യം എത്രയോ പേര് വീഴുന്നപ്പോൾ ഈ കാർ റേസൊക്കെ കണ്ടല്ല, കാർ ഇടിച്ചാലും കാറ് പോകും. പക്ഷേ ആ 7 കുട്ടികളും എന്താ ചെയ്തത്? അവർ ഓട്ടം നിർത്തി തിരിഞ്ഞു നോക്കി ഈ കുട്ടിയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ആ കുട്ടിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് സമാശ്വസിപ്പിച്ച്. ഇവിടെയും ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ പറയാം, സമയക്കുറവുകൊണ്ട് പറഞ്ഞു പോവുകയാണ്. ഈ ഓട്ട മത്സരത്തിന് വരുമ്പോൾ 8 കുട്ടികൾക്കും ഉണ്ടായ ഇമോഷൻ എന്തായിരുന്നു? ഓടി ജയിച്ച് ഒന്നാമനാകണം. ഈ വീണ കുട്ടിക്കും അത് തന്നെയായിരുന്നു കേട്ടോ. ഈ വീണ കുട്ടിക്കും ആ ഒരു ഇമോഷനാണ് ഉണ്ടായത്, ഒന്നാമനാകണം. പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവരുടെ ഇമോഷൻ, ഒന്നാമനാകണമെന്നുള്ള ഇമോഷൻ ദേ ഹാവ് റെഗുലേറ്റഡ് ആൻഡ് ദേ ഹാവ് ഷോൺ അനുകമ്പ, സിമ്പതി, സഹതാപം അതിലേക്ക് എത്തിച്ച്, ആ നല്ല വികാരത്തിലേക്ക് എത്തിച്ചവർ. എന്നിട്ട് അവരെന്താ ചെയ്തത്? ഈ 8 പേരും എഴുന്നേറ്റ് നിന്ന് ഒന്നിച്ച് കൈ കോർത്ത് പിടിച്ച് ഫിനിഷിംഗ് പോയിന്റിലേക്ക് നടന്നു നീങ്ങി. അവർ ഫിനിഷ് ചെയ്തു, ഒന്നിച്ച് ഫിനിഷ് ചെയ്തു. പോയ റെഗുലേഷൻസ് പോയി കണ്ട, ഇമോഷൻ റെഗുലേറ്റ് ചെയ്ത് കണ്ട, സിമ്പതിയിലേക്ക് മാറ്റി. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മുടെ സെൽഫിഷായുള്ള ആഗ്രഹങ്ങൾ മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്,
റെഗുലേറ്റ് അവർ ഓൺ ഇമോഷൻസ് ആൻഡ് ദ പീപ്പിൾ അറൗണ്ട് അസ്. ഇവിടെ അതാ ഉണ്ടായേക്കണം. ആസിഫ് അലി ചെയ്തു തന്നെയാണ്. നമ്മുടെ വികാരവും നമുക്ക് ചുറ്റുമുള്ള ആളുകളുടെ വികാരങ്ങളെ മാനേജ് ചെയ്ത് റെഗുലേറ്റ് ചെയ്യുക. മത്സരിക്കണമെന്നോ ജയിക്കണമെന്നൊന്നും അവർക്കില്ല. കാര്യം ഒരാൾ വീട് കിടക്കുകയാണ്, ആ കുട്ടി ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ജയിക്കുമ്പോൾ ആ കുട്ടിക്ക് എന്തോരം വിഷമം ഉണ്ടാവും. അതാണ് എമ്പതി. അത് തന്നെയാണ് മുഹമ്മദ് നബി അവിടെ കാണിച്ചത്. അദ്ദേഹം നമ്മൾ പഠിപ്പിച്ചു തന്ന, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പഠിപ്പിച്ചു തന്നതാണ്. വളരെ ക്രൂവൽ ആളുകളായിരുന്നു അന്നുണ്ടായത്. പക്ഷെ അവരെയൊക്കെ ആ രീതിയിൽ അങ്ങൊരു, അന്ന് ആ ബുക്കിലൊരു ഉദാഹരണം കൂടെ പറയുന്നുണ്ട്. ഒരു പ്രായസ്ഥൻ നബിയുടെ അടുത്ത് വന്ന് പറയും, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞു. അദ്ദേഹം ആ ഓരോ ഇൻസ്റ്റൻസ് എങ്ങനെ വികാരം മാനേജ് ചെയ്യുന്നതാണ്. അപ്പോൾ ചോദിക്കും, എന്താ ഞാൻ പറയേണ്ടത്? എനിക്ക് സ്വർഗത്തിൽ പോകണം. അപ്പോൾ നബി സർപ്രൈസിങ്ങിലി പറഞ്ഞു, പ്രായമായവർ സ്വർഗത്തിൽ പോകാറില്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് പെട്ടെന്നൊരു ഇമോഷണലി അവർക്കൊരു ഫീൽ ഉണ്ടാവും, സ്വാഭാവികമാണ്. ഉടനെ നബി പറഞ്ഞ്, എല്ലാവരും യുവതികളായിട്ട് സ്വർഗത്തിൽ പോകുള്ളൂ. ഇമോഷൻ റെഗുലേറ്റ് ചെയ്യണം, കണ്ടോ? എല്ലാവരും യുവതികളായിട്ടേ പോകുള്ളൂ. നിങ്ങൾ പോകും, ഈ ഇതിലല്ല, യുവതികൾ. അപ്പം അന്ന് മുതൽ ആ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്ത് സന്ദർഭങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് പറയാൻ കഴിയുക. അതാണ് ഇമോഷണൽ ഇൻ്റലിജൻസ്. ഇത് നമ്മുടെ വീടുകളിൽ, നമ്മുടെ ജോലി സ്ഥലത്ത്, സമൂഹത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഒരു സ്കില്ലാണ്. അപ്പോൾ ഇത് രണ്ടാമത്തെ ഇൻസ്റ്റൻസാണ്. ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നാണ് ഞാൻ ഈ 2 ഉദാഹരണങ്ങളിൽ പറഞ്ഞ് മനസ്സിലാക്കിയത്. ക്ലിയർ? ഇനി പറയാൻ പോകുന്നത് ഇമോഷണലി ഇൻ്റലിജൻ്റ് അല്ലാത്ത ആളുകൾ എങ്ങനെ പ്രതികരിക്കുന്നത്. ഇതിപ്പോൾ ആയവരുടെ പ്രതികരണമാണ്. ഇതിൽ ഈ കുട്ടികൾക്കുണ്ടായതാണ്. കാരണം സിമ്പതി കംസ് ഫ്രം ദ ഹാർട്ട് ആൻഡ് എമ്പതി കംസ് ഫ്രം ദ മൈൻഡ്. ഇതാണ് അവരിലുണ്ടായ മാറ്റം. സിമ്പതി കംസ് ഫ്രം ദെയർ ഹാർട്ട് ആൻഡ് എമ്പതി കംസ് ഫ്രം ദ മൈൻഡ്. ഈ ഹൃദയവും നമ്മുടെ ബ്രെയിനും ഇതിൽ വളരെയധികം പങ്കുവഹിക്കുന്നുണ്ട്. ആ കുട്ടികളിൽ സംഭവിച്ച ഇതാണ്. ഏതായാലും അത് കളയാം, നമുക്ക് സമയം പോകുന്നു. അല്ലേ? ഇനി ഇമോഷണലി ഇൻ്റലിജൻ്റ് അല്ലാത്ത ആളുകൾ പ്രതികരിക്കുന്ന 2 ഉദാഹരണം പറയാൻ. ഇത് ഒരു റോഡ് ഉപരോധമാണ്. റോഡ് ഉപരോധം ഇപ്പോൾ ഒന്നും അധികം കാണുന്നില്ല, പണ്ടൊക്കെ ഇത് ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ റോഡ് ഉപരോധത്തിൽ വന്നിരിക്കുന്നതിൽ പല പ്രായത്തിലുള്ള ആളുകളുണ്ട്, പ്രായമുള്ള ആളുകളുണ്ട്, വളരെ ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, വളരെ കൂളായിട്ടുള്ള ആളുകളുണ്ട്, പല സ്വഭാവം. ഒച്ചത്തിൽ കൂടുതൽ. അപ്പോൾ അത്തരത്തിൽ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഉപരോധത്തിന് വരുന്ന ആളുകളുടെ പ്രൈമറി മോട്ടീവ് എന്ത്? എന്തിനാണ് ഇവർ ഉപരോധിക്കുന്നത്? റോഡ് എന്തിനാണ് ഉപരോധിക്കുന്നത്? എന്താണ് അവരുടെ പ്രൈമറി മോട്ടീവ്? അവരെന്ത് ഉദ്ദേശത്തോടെയാണ് വരുന്നത്? എക്സാക്ട്ലി. ഒറ്റ ഇമോഷൻ അവർക്കുണ്ടായുള്ളൂ. ഓൺലി 1 ഇമോഷൻ. എല്ലാവർക്കും ഒരു ഇമോഷൻ. ആളുകളുടെ ശ്രദ്ധ പതിക്കുക, പിടിച്ചെടുക്കുക. കാര്യം എന്തെങ്കിലും ഒരു കോസിനായിരിക്കും ഇവർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇമോഷണലായിട്ട് മാത്രമാണ് വരുന്നത്. വേറെ ഒരു ഇമോഷൻസും ഇവരുടെ മനസ്സിലില്ല. ഇനി ഞാൻ പറയുന്നത് കേട്ടോ. സാധാരണ ഒരു 10-11 മണിക്കൊക്കെ ഉപരോധം നടത്താറ്, നല്ല വെയിലിൽ നാഷണൽ ഹൈവേസിലൊക്കെ. അപ്പോൾ ഇവരൊക്കെ പോയി അവിടെ ഇരുന്ന് ഒരു കുറച്ച് നേരമൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? എന്ത് സംഭവിക്കും? കുറച്ചിരുന്ന് കഴിയുമ്പോൾ ഇവർക്കൊക്കെ എന്താ അനുഭവപ്പെടുക? ഒരു പ്രയാസമൊക്കെ തോന്നുക. ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും ഇമോഷണലായിട്ടും ചില മാറ്റങ്ങൾ, പുതിയ പുതിയ വികാരങ്ങൾ വന്നുകൊണ്ടിരിക്കും. ആദ്യമൊന്നും ഉണ്ടായില്ല, പതുക്കെ അതിങ്ങനെ കത്തി വരും. പിന്നെ ഒരു ഭയം വരും. എന്താണെന്നാ, പോലീസ് ഫോഴ്സ് തൊട്ട് മുമ്പിൽ ബാരക്കേഡും ജലപീരങ്കിയൊക്കെ ആയിട്ട് ഒരു കൂട്ടരവിടെ ഇരിപ്പുണ്ട്. എന്തെങ്കിലും ഒരു അൺട്രസ്റ്റ് വന്നാൽ അവർ അടിക്കുക ചെയ്യും. അപ്പോൾ അവർക്ക് അസ്വസ്ഥത കൂടെയുണ്ട്. ഓരോ നിമിഷം പോകുന്നതോറും ഇവരിൽ അസ്വസ്ഥത കൂടെയുണ്ട്. പിന്നെ എന്താ പറ്റുക? ഇവരാരും ശ്രദ്ധിക്കുന്നില്ല. അധികാരികളാരും റോട്ടിൽ വരുന്നില്ല, കാണുന്നില്ല. പത്രക്കാരും പോലീസുകാരും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് കുറച്ചുകൂടി അവരുടെ ഇമോഷൻ കുറച്ചുകൂടി ഒരു വയലൻസിലേക്ക് പോയി തുടങ്ങും. കാര്യം വികാരങ്ങൾ കൂടി വരും. പിന്നെ അവസാനം ഒരു ഉദ്യോഗസ്ഥൻ വന്ന് ആൻഡ് ഹിസ് എക്സ്പ്ലനേഷൻ ഈസ് നോട്ട് അലോഡ് സാറ്റിസ്ഫാക്ടറി. അപ്പോൾ തീർന്നു. അപ്പോൾ
മൾട്ടിപ്പിൾ ഇമോഷൻസ് കയറി വരികയാണ് ഇവരിലേക്ക്. എന്താ വരുന്നത്? ദേഷ്യം. എന്തൊക്കെ വരും ഇവർക്ക് ആ സമയത്ത്? എന്തൊക്കെ വികാരങ്ങൾ വരാം ഇവർക്ക്? എന്തൊക്കെ വരാം? എല്ലാം. യെസ്. അപ്പോൾ മൾട്ടിപ്പിൾ ഇമോഷൻസ് അവരുടെ മനസ്സിലേക്ക് കയറി അവരെ ഞെരുക്കുകയാണ്. അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, ലേബൽ ചെയ്യാൻ പറ്റുന്നില്ല, റെഗുലേറ്റ് ചെയ്യാൻ പാടില്ല. ഈ സമയത്താണ് രണ്ട് ഷോർട്ട് ടെമ്പറുള്ള ആളുകൾ ഒരാൾ കയറി പെട്ടെന്ന് പ്രതികരിക്കാൻ, ഔട്ട് ബസ്റ്റ്, ഇമോഷണലി ഔട്ട് ബസ്റ്റിങ് ഒരാൾ ചെയ്താൽ മതി. അപ്പോഴാണ് കത്തിക്കലും ബഹളവും ഒക്കെ വരുന്നത്. എന്തു പറ്റി? അവർക്ക് പല സാഹചര്യങ്ങൾ കൊണ്ടിട്ട് അവർക്ക് അവരുടെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാൻ കഴിയില്ല. ദേ ഫെയിൽ ടു ലേബൽ ദെയർ ഇമോഷൻസ്, റെഗുലേറ്റ് ദെയർ ഇമോഷൻസ്. ഔട്ട് ബേസ്റ്റ് ചെയ്യും, പ്രശ്നങ്ങളുണ്ടാവും. ഇതൊക്കെ തന്നെ നമ്മുടെ വീടുകളിലും നമ്മുടെ സമൂഹത്തിലും പല സ്ഥലങ്ങളിലും ഔട്ട് ബേസ്റ്റ് ചെയ്യേണ്ട പിന്നിലെ വികാരം ഇത് തന്നെയാണ്. ഈ ഒരു വികാരം തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇമോഷണലി ഇൻ്റലിജൻ്റ് അല്ലാത്ത ആളുകൾ പെരുമാറുന്ന രീതി. എങ്ങനെ അവർ ആ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നതാണ് ഞാൻ പറഞ്ഞത്.